ഞാൻ ഇന്നലെ അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബോസിന്റെ റീലിനടിയിലിട്ടുള്ള കമന്റ് വെച്ചിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മോശം പരിപാടിയായി പോയി. കാരണം അവരെ പോയിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ ഒരു കമന്റ്, ഇനി എന്ത് റീസൺ ഓക്കെ, ഇനി ദേഷ്യം വന്നിട്ടാണെങ്കിൽ അടക്കം അങ്ങനെയുള്ള ഒരു കമന്റ് ഇട്ടത് പബ്ലിക്കായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായി പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമല ഷാജിയുടെ ഒരു സ്റ്റോറി കണ്ടു ഞാൻ. Hello everyone, I am here to explain the situation around my mother's remarks on the Grishma Bose reel. Honestly, neither my mother nor I have any personal grievance against her. Grishma made fun of my voice on a reel she showed a few days ago. When my mother saw that, she became really upset. She was unable to reply to that reels because the comments for the specific post had been restricted. In the heat of the moment, she simply left a comment on the reels that Grishma had posted. This is the genuine explanation for my mother's reaction. Okay, ഈ സെയിം കാര്യം ഇന്നലെ എന്നോട് പേഴ്സണലി അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമ്മൾ അറിയുന്ന ആളുകളല്ലേ, ചേട്ടൻ എന്നോടൊരു എക്സ്പ്ലനേഷൻ ചോദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ഒന്ന് അമലേനെ ട്രൈ ചെയ്യാൻ നോക്കി, കിട്ടിയില്ല. ഞാൻ ഇന്നലെ അമലേനോടും പറഞ്ഞു. പിന്നെ അതിലൊരു പേഴ്സണൽ എക്സ്പ്ലനേഷൻ്റെ ഒരു കേസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയതുമില്ല. ഞാൻ അതുകൊണ്ടാണ് ഒറ്റവട്ടം ട്രൈ ചെയ്തിട്ട് അമലേനെ ഡ്രോപ്പ് ചെയ്തത്. കാരണം ഇത്രയും പബ്ലിക്കായിട്ട് ആ ഒരു ലേഡി, അതും രണ്ട് പെൺകുട്ടി, നിങ്ങൾ ഈ ഫോളോവേഴ്സ് കൗണ്ടും ഫെയിമും സെലിബ്രിറ്റി അതൊക്കെ മാറ്റി വയ്ക്കുക. ഒരു ലേഡി, അവർക്ക് 2 പെൺകുട്ടികളുണ്ട്, അവർ പോയിട്ട് വേറൊരു പെൺകുട്ടീൻ്റെ, അവരെ ഏകദേശം മകളെ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് പോയിട്ട് അവരെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പബ്ലിക്കായിട്ട് ഇടുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അവിടെ ഇനിയിപ്പോൾ അത് ആരാണെങ്കിലും, ഞാൻ എൻ്റെ സ്വന്തം അമ്മ ചെയ്താലടക്കം ഞാനത് തെറ്റാന്നേ പറയൂ. തെറ്റാന്നേ പറയുന്നുണ്ട്, തെറ്റാണ് അവർ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും അമല എനിക്ക് ഇന്നലെ ഈ റീല്, ഗ്രീഷ്മ ബോസിൻ്റെ റീൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇത് എനിക്ക് ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞു. ഓക്കെ, അമലയെ ട്രോളുന്ന അല്ലെങ്കിൽ അമലയുടെ കണ്ടന്റ് എടുത്ത് കൊണ്ടുപോയി അത് സർക്കാസ്റ്റിക് ആയിട്ടോ ട്രോളൊക്കെ വെച്ച് ചെയ്യുന്നവരുടെ കണ്ടന്റ് കാണുമ്പോൾ അമലയ്ക്ക് സങ്കടം തോന്നും. അത് അമലയുടെ ഒരു സൈഡാണത്. പക്ഷെ ആ സങ്കടം എന്ന് പറയുന്നത് അതിനൊരു പ്രോപ്പർ വേ ഓഫ് റെസ്പോൺസ് ഉണ്ടല്ലോ, ഇല്ലേ? ഇപ്പം അമല റെസ്പോണ്ട് ചെയ്താലും അമലയുടെ അമ്മ റെസ്പോണ്ട് ചെയ്താലും ഈ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു റെസ്പോൺസ്, പശുവിൻ്റെ ബാക്ക് എന്നൊക്കെ പറഞ്ഞുള്ള റെസ്പോൺസ്, ദാറ്റ് ഈസ് അട്രോഷ്യസ്. വളരെ മോശമാണത്. അതിന് ഇപ്പോൾ ഇവർ പറഞ്ഞു ഹോണസ്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലായി. അമ്മയ്ക്കും അമലയ്ക്കും അത് ഭയങ്കര സങ്കടമായി പോയി ഗ്രീഷ്മയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നാണ്. ഓക്കെ ഫൈൻ, അവരുടെ എക്സ്പ്ലനേഷൻ ആക്സെപ്റ്റഡ്. പക്ഷേ ആ ഒരു കമൻറ്റ് അത് മോശം എന്നുള്ളത് മോശം തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ കേട്ടു, ദാറ്റ്സ് ഫൈൻ, ബട്ട് മോശം കമൻറ്റിന് മോശം തന്നെയാണ് പറയുന്നത്. So in general, I would like to share my opinion regarding degrading content creators just for the sake of like. It will be fun for those who see and create such things, but the person who gets degraded and their family really suffers a lot mentally. I just want to make it clear that neither me or any of my family members have a personal grudge towards Grishma. ഇപ്പോൾ ഗ്രീഷ്മയോട് ഇവർക്ക് വേറെ പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ വേറൊരു കോണ്ടന്റ് ക്രിയേറ്റർ എടുത്ത് വെച്ച് ട്രോളോ റോസ്റ്റോ ചെയ്യുന്ന സമയത്ത് അത് ആരാണോ റിസീവിങ് എൻഡിൽ നിൽക്കുന്നത്, ഇവിടെ അമല ഷാജീനെ അവർ പാട്ട് പാടിയപ്പോൾ ട്രോൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ റിസീവിങ് എൻഡിലുള്ള അമല ഷാജിക്ക് അത് വേദനിച്ചു, ഓക്കെ, വേദനയായി. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെ ചെയ്ത ഒരു കാര്യം, ആ ഒരു കാര്യം കൊണ്ട് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു കേസ് പറയും. ഇവിടെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു ഗ്രീഷ്മ ബോസിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി പോയിട്ട് ഗ്രീഷ്മയ്ക്ക് മെസ്സേജ് അയക്കായിരുന്നല്ലോ, അങ്ങനെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അമല ഷാജിയുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചാലോ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചാലോ അവർ എന്താണെന്നുണ്ടെങ്കിലും അതിന് റിപ്ലൈ എന്താണെങ്കിലും ഗ്രീഷ്മ ബോസ് കൊടുക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഓക്കെ, അമലയ്ക്ക് ഹേർട്ടായി. പക്ഷെ ആ ഹേർട്ടായതിന് ഇതിനൊക്കെ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് ഇല്ലേടെ? ഞാൻ അതാ വയ്ക്കുന്നത്. അപ്പോൾ അമലയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അമലയുടെ ഇഷ്ടം പോലെ ആളുകൾ അമലയുടെ കണ്ടന്റ് എടുത്ത് വെച്ച് അമലേനെ കീറി മുറിക്കുമ്പോൾ ഞാൻ തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തിനിടെ ആ കുട്ടി എത്രത്തോളം പറയുന്നത്, ആ കുട്ടി
എന്താ പറയുക ഇത്രയും റീൽസ് ഇട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവരൊരു പേരായി വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മലയാളികളുടെ ഇടയിലും തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഒരുപോലെ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തൊരു കുട്ടിയെ ഭയങ്കര അട്രോഷ്യസ് ട്രോള് കാണുമ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ആ ട്രോൾസും അതിനിടയിലുള്ള കമൻസും വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് എൻറ്റയർലി എന്താ പറയുക വേറൊരു തരത്തിലുള്ളൊരു കമൻറ്റാണത്. അമലയുടെ അമ്മ ഇട്ട കമൻറ്റ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വന്നിട്ട്. ഓക്കെ, അവിടെ ഒരു സോറിയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. ദാറ്റ് മേക്ക് സെൻസ്. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വേറൊരു കോണ്ടന്റ് ക്രിയേറ്ററെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓക്കെ. ഇപ്പം എൻ്റെ കണ്ടന്റ് എടുത്ത് വേറൊരാൾ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഇതെന്താ ഇവ ഇങ്ങനെ ചെയ്ത ഫീലിംഗ് എനിക്ക് വരും. പക്ഷെ മൂന്നാമതൊരാൾ കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഓഡിയൻ്റെ പെർസ്പെക്റ്റീവിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരത് ഓഡിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് അമല ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ അയച്ചു തന്നിട്ട് ചേട്ടാ എന്നെ ഇങ്ങനെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമലയോട് പറഞ്ഞൊരു കേസുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു വേർഡ് കൊണ്ടെങ്കിലും ഓക്കെ ഇമോഷണൽ സൈഡ് ഇറ്റ്സ് ഫൈൻ. അത് അമലയുടെ വീഡിയോ എടുത്തു വെച്ച് ആ കുട്ടി ഗ്രീഷ്മ ബോസ് ചെയ്യുമ്പോൾ അമലയ്ക്ക് അത് സങ്കടം വരാം. പക്ഷേ മൂന്നാമതൊരാൾ, ഇപ്പം അമലയല്ല ഗ്രീഷ്മ ബോസ് അല്ല, ഇത് മൂന്നാമതൊരു വ്യൂവർ എന്ന് പറഞ്ഞ് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഒരു വേർഡ് കൊണ്ടുപോലെങ്കിലും ഈ പറഞ്ഞ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റിന് താഴെ വളരെ മോശമായ രീതിയിൽ അമലേനെ പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഗ്രീഷ്മ ബോസിൻ്റെ വീഡിയോ കണ്ടിട്ട് ഫീൽ ആയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഓക്കെ ഇതെന്തിനാ എന്നെ ട്രോൾ ചെയ്യുന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ, അല്ലെങ്കിൽ എൻ്റെ മകളെ എന്തിനാ ട്രോൾ ചെയ്യുന്നുള്ള മെൻറ്റാലിറ്റിയിൽ അമ്മ പോയിട്ട കമൻറ്റ് അതിലും മോശമാണ്. ഈ വീഡിയോയേക്കാൾ വളരെ മോശമല്ലേ ആ കമൻറ്റ്? അപ്പോൾ ഒരു വ്യൂവറിൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമലയെ ഗ്രീഷ്മ ബോസ് ട്രോളി എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറ. എന്ത് കഷ്ടോടു ഇതൊടു പാടു ഇതിലും ഭേദം അങ്ങോട്ട് തല്ലിടൂ കൊന്നിടൂ എന്നിട്ട് അങ്ങോട്ട് കുഴിച്ചിടൂ ഒന്ന് ഫോണ് വെച്ചിട്ട് പോടൂ. ഓക്കെ, ഇതാണ് ഗ്രീഷ്മ ബോസിന്റെ പെർട്ടിക്കുലർ വീഡിയോ, അമലയെ ട്രോളിയ വീഡിയോ. ഇതിലിപ്പോൾ ഈ അമലയുടെ അമ്മട്ട പോലത്തെ ഒരു ബോഡി ഷെയ്മിങ് എലമെന്റ് ഇല്ല, ഒരു വൾഗർ ലാംഗ്വേജ് ഇല്ല. ഓക്കെ, ട്രോൾ എന്നുള്ള രീതിക്ക് റിസീവിങ് എൻഡിൽ അമലയ്ക്ക് സങ്കടം തോന്നാം. കാരണം അമല പാടിയ ഒരു പാട്ടിന് ആ കുട്ടി ഒന്ന് വെച്ചിട്ട് പോടൂ എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലാതെ ഈ ട്രോളിനകത്ത് ഇത് എന്ത് ശബ്ദമാണ്, ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പാട്ട് ഇങ്ങനെയാണോ പാടേണ്ടത്, അവരങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അവരെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഒരു വ്യൂവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ ഒരു ട്രോൾ വീഡിയോക്കാണ് നിങ്ങളുടെ അമ്മ പോയിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് ആ കുട്ടിക്ക് അത്രയും ബോഡി ഷെയ്മിങ് വന്ന രീതിയിലുള്ളൊരു കമൻറ്റ് ഇട്ടേന്നുണ്ടെങ്കിൽ അമല ഷാജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കണ്ടന്റുകളില്ലേ, ഒരുപാട് കണ്ടന്റ്. ഇതൊന്നും മോശമൊന്നും പറയാൻ പറ്റില്ല. ഇതിനും ഭയങ്കര മോശമായിട്ട് അമലേനെ ട്രോളുന്ന അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഹീറ്റ് ഓഫ് ദ മൂമെൻറ്റിൽ ചെയ്തതായിരിക്കാം. സോ ഇത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂസ് ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രീഷ്മ ബോസ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഞാൻ വായിച്ചുതരാം. ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് തമാശയോ നേരം പോക്കോ അല്ല. പറയുന്ന നമുക്കത് തമാശയാണെങ്കിലും കേൾക്കുന്ന അവർക്ക് അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. തുറന്നു പറയാനുള്ള മടി കൊണ്ട് പലപ്പോഴും പലരും പ്രതികരിക്കാറില്ല എന്ന് വെച്ച് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്നില്ല. ഒരാളുടെ ശരീരം, അവരുടെ നിറം ഒക്കെ അവർക്ക് പെർഫെക്റ്റ് ആയ കാലത്തോളം വേറെ ആരും അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ല. ട്രൈ ടു ബി കൈൻഡ് ടു പീപ്പിൾ, ഇറ്റ്സ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറും ഒരാളും ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം. ഡോക്ടറെ, എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കമില്ല. എന്താണ് കക്കാൻ പോണ്ട രാത്രി? അത് ഞാനേ സോഷ്യൽ മീഡിയയിൽ ഒരു പെങ്കൊച്ചിന്റെ വീഡിയോക്ക് ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ട് ചുമ്മാ തമാശ കിട്ടതാ. തമാശക്കില്ലേ? നിന്റെ ഉണ്ടക്കണ്ണിട്ട് ഞാൻ 2 കുത്തു വെച്ചിട്ട് തമാശക്കാണെന്ന് പറയട്ടെ, ക്ഷമിക്കോ നീ എന്നോട്? ഞാൻ വിചാരിച്ചത് ആരും കാണൂലായിരിക്കുന്നു, പക്ഷെ എല്ലാരും കണ്ടു. ഇപ്പൊ 2 ദിവസമായിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഊക്കാണ്, ഉറങ്ങാൻ പറ്റണില്ല.
നന്നായുള്ളു കേട്ടാ. ആദ്യം സ്വയം എന്താണെന്നുള്ളത് ബോധം വേണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കളിയാക്കാൻ ഇറങ്ങാനായിട്ട് കേട്ടാ. ഇതൊക്കെ ഭയങ്കര കുറ്റമാണ്, വണ്ടാരകത്ത് പോവും കേട്ടാ, പിന്നെ ഉറക്കം ഉണ്ടാവൂല. അത് പിന്നെ എനിക്കും സോഷ്യൽ മീഡിയയിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, ഞാൻ ആ ഒരു ബലത്തിൽ ഇട്ടതാ, പക്ഷെ ഏറ്റില്ല. നിന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ വേണ്ടല്ല, നിന്റെ ഈ പറഞ്ഞ ഫോളോവേഴ്സ് ഒക്കെ അവിടെ കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തും കേട്ടാ, നോക്കിയിരുന്ന കേട്ടാ നീ. അല്ല ഡോക്ടർ, അപ്പൊ എന്റെ ഉറക്കം വായി തോന്നി ഇതൊക്കെ കമന്റ് ഇട്ടിട്ട് അവളിപ്പൊ ഞാൻ ഉറക്കി കൊടുക്കണത്രേ. നീ പൊക്കോട്ടെ, ഞാൻ തീ ഓട്ടിരണ മെഷീൻ വെച്ചിട്ട് തലക്കിട്ട് എറിഞ്ഞേന് ഞാൻ കേട്ടാ. പടി ഇട്ടിപ്പൊടി, അടുത്ത ആള് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രീഷ്മ ബോസിന്റെ റെസ്പോൺസ് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് അമല ഇട്ട സ്റ്റോറിക്ക് ഗ്രീഷ്മ ബോസ് ഒരു റിപ്ലൈ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും സ്റ്റോറിയിൽ കിടക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇപ്പോൾ അമല ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറേ മെസ്സേജ്, പിന്നെ അമല ഷാജി ഫാൻസ് കന്നഡ ഒക്കെ വരുന്നുണ്ട്. എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാനൊരു 3 പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അമല ഷാജിയാണ്. പക്ഷേ എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാം. വീഡിയോയിൽ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവറാണ്. പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാൾ ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ മറ്റൊരാൾ സമ്മതിക്കില്ലല്ലോ. ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റാണ്, ഗ്രീഷ്മ ബോസ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞു വെച്ചത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിലൊരു വളരെ മൈൽഡായിട്ട്, വളരെ ആ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബാക്കി ട്രോളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ അമലയ്ക്കെതിരെ വരുന്നത് ഇതിലും മോശമായ രീതിയിലാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവരെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഇട്ടിട്ടുണ്ടോ, തെറി വിളിച്ചിട്ടുണ്ടോ? ഫാൻസ് തെറി വിളിക്കാറുണ്ടാവും. അമല ഷാജിയുടെ അമ്മ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നു. പ്രൊവോക്കിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കാരണം ആ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് വിഷയം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീഷ്മ ബോസ് പറയുന്ന ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാനും ഗ്രീഷ്മ ബോസിനെയാണ് അവിടെ 100% സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആ വീഡിയോ കാണുന്ന സമയത്ത് ഓക്കെ, റിസീവിങ് എൻഡിലുള്ള അമലയുടെ ഇമോഷൻ ഐ റെസ്പെക്ട് ദാറ്റ്, ബട്ട് സ്റ്റിൽ ആസ് എ വ്യൂവർ ഇപ്പം ഈ ഗ്രീഷ്മ ബോസിനിട്ട കമൻറ്റിൻ്റെ ഒരു 100-ലൊരു അംശം പോലും ഈ പറഞ്ഞ ഗ്രീഷ്മ ബോസ് ചെയ്ത വീഡിയോയിൽ അമലയുടെ ലൈക്ക് ട്രോൾ ചെയ്ത വീഡിയോയിൽ അങ്ങനത്തെ ഒരു എലമെന്റ് ഇല്ല. അതുകൊണ്ട് ഞാനത് ചെയ്തപ്പോൾ മാത്രം നിങ്ങൾക്കത് അത്രയും അംഗീകരി, അതായത് എൻ്റെ മോളെ അവൾ ട്രോളി. എന്താണ്, എത്ര പേരാണ് ഇപ്പം അമല ഷാജി റോസ്റ്റ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ചെയ്തപ്പോൾ മാത്രം അത് എന്തുകൊണ്ടാണ് ഡീഗ്രേഡിങ് ആ കോണ്ടന്റ് ക്രിയേറ്ററായി മാറിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ട്രോൾസ് ചെയ്യുന്ന ഒരാളാണ്, അതെൻ്റെ ഒരു സ്റ്റൈലാണ്, ഞാനത് ചെയ്തു. എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം, അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമന്റ് ഇട്ടത് ഞാൻ പെണ്ണായതുകൊണ്ടാണോ വെച്ചാൽ, പെണ്ണായതുകൊണ്ട് ഞാനങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ? ആണുങ്ങൾ ചെയ്ത പ്രശ്നമില്ലെന്നാണോ? എനിക്കത് മനസ്സിലായില്ല. അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ പ്രതികരിക്കാണ്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അങ്ങ് കയറി ട്രിഗർ ആയത്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട് എന്തോ ഒരു സ്കാമിങ് റിലേറ്റഡ് ആയിട്ട് എന്തോ ആട്ടെ എനിക്കറിയത്തില്ല, ടൺ കണക്കിന് വീഡിയോസ്, തമിഴ് വീഡിയോസ്, ഇഷ്ടം പോലെ വീഡിയോസ് അതുണ്ട്, വെറും നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ്. അതിനൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം 6 മാസമായിട്ടുണ്ട്, മിനിമം. സോ അത്രയും പഴക്കമുള്ള വീഡിയോക്കാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വർത്തമാനം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നടന്നേക്കുന്ന ട്രോളുകൾ പോട്ടെ, എമ്മാതെ റോസ്റ്റുകൾ, അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ? എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സികളിലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം, അതുകൊണ്ട് മാത്രം ഞാനിടുന്നൊരു വീഡിയോ ആണിത്. ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ വേറെ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന് ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വെച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ,
പിന്നെ ഇത് ഇനി എടുത്ത് വെച്ചിട്ട് പിന്നെയും ഫർദർ പ്രശ്നങ്ങളോട്ടൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പൊതുവെ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് എന്താണ് അവരുടെ സൈഡിൽ നിന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള 2 ക്രിയേറ്ററുടെ അമ്മയുടെ സൈഡിൽ നിന്ന് ഇത്രയും മോശമായ ഒരു വാക്കുകൾ വന്നതുകൊണ്ട് ഞാൻ ഇട്ടൊരു സ്റ്റോറി ആയിരുന്നു അത്. ഓക്കെ, ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഗ്രീഷ്മ ബോസ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിക്കകത്ത് ഗ്രീഷ്മ ബോസ് അമലയെ വേറൊരാൾ ട്രോൾ ചെയ്ത വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ നെഞ്ചത്തോട്ട് മാത്രം കയറുന്നത് എന്തിന്? വൈ ഡിഡിൻ ഹർ മദർ കമൻറ്റ് ഓൺ ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്? ഒരു പയ്യൻ ഒരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് കരിമ്പുന്തോട്ടത്തിൽ വരുമ്പോൾ അമലയുടെ വേറൊരു വീഡിയോ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. അറിയാലോ, നോർത്ത് സൈഡിലൊക്കെ പാട്ടയിൽ വെള്ളം എടുത്ത് പോകുന്നത് എങ്ങോട്ടാന്നുള്ളത്. അമലയെ കാണുന്നു, തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ആ ഒരു റീലിൻ്റെ കോൺസെപ്റ്റ്. സോ അത് ആലോചിച്ചാൽ തന്നെ അറിയാം അത് വൃത്തികേടാന്നുള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ റീലുകൾക്കൊന്നും ഒരു രീതിയിലും കമൻ്റ് ഇടാത്തതോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാൾ എന്തിനാ എൻ്റെ നെഞ്ചത്ത് കയറി എന്നെ ഇത്ര മോശമായ രീതിയിൽ ബോഡി ഷെയിം ചെയ്ത് കമൻ്റ് ഇട്ടു എന്നുള്ള ചോദ്യം പ്രോപ്പറാണ് ഗ്രീഷ്മ ബോസിൻ്റെ. ഓക്കെ, അമലയുടെ ഭാഗത്തുനിന്ന് അമല ഇതാണ് എൻ്റെ ജെന്യുവിൻ റെസ്പോൺസ്. എൻ്റെ അമ്മ അങ്ങനെ തോന്നി, എനിക്ക് സങ്കടം തോന്നി, അമ്മയ്ക്ക് സങ്കടം തോന്നി, ഇങ്ങനെ ചെയ്തു. ബട്ട് ഞാൻ പറയുന്നത് ഒരു ക്രിയേറ്റേഴ്സ് തമ്മിലുള്ള റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സേ എ സോറി ആൻഡ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അതിലിപ്പോൾ ആർക്കും ഒന്നും നഷ്ടമൊന്നും വരാനില്ല. ഓക്കെ, അതിപ്പോൾ അമ്മയായതുകൊണ്ട് സോറി ചോദിക്കാൻ പറ്റില്ല. എൽഡറാണ്, വയസ്സിന് ദാറ്റ്സ് നോട്ട് ദ കേസ്. അവിടെ വയസ്സോ അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ സ്ഥാനമോ അങ്ങനെയൊന്നുമില്ല. ചെയ്ത പ്രവൃത്തി മോശമാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മളെക്കാൾ വയസ്സിന് കുറഞ്ഞൊരു വ്യക്തിയോടാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേ സോറി. സോറി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. എന്നാണെങ്കിലും ഗ്രീഷ്മ ബോസ് വിട്ടു എന്നാണ് പറയുന്നത്. അവരെന്താണെങ്കിലും ഇനി ഇല്ല ഫർദറായിട്ട്. എനിക്ക് തോന്നുന്നു അമലി അങ്ങനെ ഒരു റെസ്പോൺസ് ഇട്ട് അമലി നിർത്തിയിട്ടുണ്ട്. അമലി എനിക്ക് തോന്നുന്നില്ല ഇനി ഫർദറായിട്ട് ഇത് പിടിച്ച് പോകുന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളാവുമ്പോൾ അവരൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ചില വീഡിയോസിനകത്ത് ചില പോർഷൻസൊക്കെ കട്ട് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഒപ്പം ഇരിക്കുന്നവർ പറയുന്നത് ചിലപ്പോൾ, കാരണം അവർക്ക് അത്ര റെഗുലർ അല്ല അവർ സോഷ്യൽ മീഡിയയിൽ. എന്നെപ്പോലെ ഓഡിറ്റ് ചെയ്ത് പറഞ്ഞ് വീഡിയോ ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചില കേസുകളിൽ അവർ പറഞ്ഞ ഫ്ലോയിലാണ് പറഞ്ഞു പോകും പല കാര്യങ്ങളും. സോ അത് നമ്മളാണ് ക്രിയേറ്റർ, അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് എന്നുള്ളൊരവസ്ഥ നമുക്ക് വരും. ഇവിടെയാണ് ഇപ്പോൾ അത് അമലയ്ക്ക് വന്നിട്ടുള്ളത്. അമലയുടെ അമ്മ പറഞ്ഞൊരു കാര്യം അമല റെസ്പോൺസിബിളായി അത്. സോ അമല എന്താണ് അമലയുടെ ഒരു വേർഷൻ, ഗ്രീഷ്മ ബോസിന് അതിന് ഒരു ഉത്തരവും കൊടുത്തു. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ കേസിൽ എന്താണെങ്കിലും ഗ്രീഷ്മ ബോസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അതിലിനിപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്നൊരു ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഒരു സോറി കൊണ്ട് ആ കുട്ടി അത്രയും മോശമായൊരു കമൻറ്റ് ഇടുമ്പോൾ ആ കുട്ടിക്ക് എത്ര സങ്കടം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും സങ്കടം തോന്നിയിട്ടുണ്ടാവും കുട്ടി ട്രോൾ ഇപ്പോൾ. പക്ഷേ എൻറ്റയർലി ഒരു ഡിഫറൻസ് സാധനമാണ് ആ കമൻറ്റ്. ഓക്കെ, അറിയില്ല, എല്ലാവരും പറഞ്ഞ് ക്ലിയർ ആക്കട്ടെ തമ്മിൽ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.